കേരളത്തിലെ ദൃശ്യകലാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ മേഖലയെ നെഞ്ചിലേറ്റിയ ഒരു വിഭാഗം ഫോട്ടോഗ്രാഫർമാർ ഇന്ന് കടുത്ത തൊഴിൽ പ്രതിസന്ധിയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും നേരിടുന്നു എന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. സ്മാർട്ട് ഫോൺ ക്യാമറകളുടെ വളർച്ചയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരവും പരമ്പരാഗത ഫോട്ടോഗ്രാഫി രീതികളെ തകിടം മറിച്ചിരിക്കുന്നു. കഠിനാധ്വാനവും സർഗാത്മകതയും കൈമുതലായുള്ള ഒരു കലാകാരൻ മാറുന്ന വിപണി സാഹചര്യങ്ങളെക്കുറിച്ച് സ്വയം നവീകരിക്കാൻ പൊരുതുമ്പോൾ അർഹമായ പ്രതിഫലവും അംഗീകാരവും ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഈ മേഖലയിൽ കരിനിഴൽ വീഴ്ത്തുന്നു. കേവലം ഒരു തൊഴിൽ എന്നതിലുപരി ഒരു ഉപജീവന മാർഗമായി ഫോട്ടോഗ്രാഫിയെ കാണുന്ന ആയിരക്കണക്കിന് യുവാക്കൾ ഇന്ന് വഴിമുട്ടി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ ശബ്ദമാകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ ഒരു സന്നിഗ്ധാവസ്ഥയിൽ കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് താങ്ങായി നിൽക്കാനും രൂപീകരിക്കപ്പെട്ട അസോസിയേഷനുകൾക്ക് നിർണായകമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഫോട്ടോഗ്രാഫർമാരുടെ ഇടയിലുള്ള ആരോഗ്യകരമായ മത്സരങ്ങൾ ഒഴിവാക്കി മിനിമം കൂലി ഉറപ്പാക്കാനും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാനും അസോസിയേഷനുകൾ മുൻകൈ എടുക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അംഗങ്ങളെ പ്രാപ്തരാക്കുന്ന വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുകയും അവിദഗ്ധരായ ആളുകൾ ഈ രംഗത്ത് നടത്തുന്ന ചൂഷണങ്ങൾ തടയുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ തൊഴിലിന്റെ മാന്യത നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ ശക്തിയും അസോസിയേഷനുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകളും എങ്ങനെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ഫോട്ടോഗ്രാഫി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയിലേക്കും മറ്റ് ഫോട്ടോഗ്രാഫർമാർക്കും എത്തിച്ചു കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പരമാവധി ഷെയർ ചെയ്യുക. ഓൾറൈറ്റ്, നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്നുള്ളത്. ഇത് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇതൊരു വലിയൊരു തൊഴിൽ മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെ മുന്നോട്ട് പോവുക, അതിജീവനം എങ്ങനെ സാധ്യമാണ് എന്ന കാര്യത്തിലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ മുഴുവനായിട്ടും ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ ഫോട്ടോഗ്രാഫി മേഖല കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 4ഓളം മുഖ്യമായ സംഘടനകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1984 രൂപീകൃതമായ സംസ്ഥാനത്തെ പ്രധാന അസോസിയേഷൻ ഇന്ന് 12,000-ലധികം അംഗങ്ങളുള്ള കരുത്തുറ്റ ഒരു പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കുക, മരണാനന്തര സഹായ നിധി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയാണ് ഈ അസോസിയേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഫോട്ടോഗ്രാഫി മേഖലയിലെ സർവീസ് ടാക്സ് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന നയരൂപീകരണങ്ങളിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഈ അസോസിയേഷൻ ഫോട്ടോഗ്രാഫർമാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും ക്ഷേമ പ്രവർത്തനങ്ങളിലും തൊഴിൽപരമായ നിയന്ത്രണങ്ങളിലും ഒതുങ്ങുന്നു എന്നതാണ് നിലവിലെ പ്രധാന വെല്ലുവിളി. മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകൾക്കനുസൃതമായി പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനോ വിപണി വിപുലീകരിക്കാനോ ഫോട്ടോഗ്രാഫർമാരുടെ കഴിവുകളെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തുന്ന പുതിയ മാർഗങ്ങൾ കണ്ടെത്താനോ ഉള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ ഇനിയും ശക്തിയാകേണ്ടതുണ്ട്. ഫോട്ടോഗ്രാഫർമാരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കപ്പുറം ഈ മേഖല നേരിടുന്ന കടുത്ത തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള പ്രായോഗിക പദ്ധതികളുടെ അഭാവം ഇന്നും തുടരുന്നു. കേവലം ഒരു ക്ഷേമ സംഘടന എന്ന നിലയിൽ നിന്നും പ്രൊഫഷണൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ എന്ന നിലയിലേക്ക് അസോസിയേഷനുകൾ മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ഈ സംഘടനകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ സംഘടനകൾ ഫോട്ടോഗ്രാഫർ എന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഒരു സംഘടന ചട്ടക്കൂടിനും 2 ഫോട്ടോഗ്രാഫർമാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തം സംഘടനയിലുള്ള ഫോട്ടോഗ്രാഫർക്ക് കൂടുതൽ സപ്പോർട്ട് നൽകാനും സത്യം മറ്റേയാളുടെ കൂടെ ആണെങ്കിൽ പോലും സ്വന്തം കൂട്ടായ്മയിൽപ്പെട്ട ആളെ സംരക്ഷിക്കാനും മറ്റേയാളെ അല്ലെങ്കിൽ തഴഞ്ഞു വിടാനുമുള്ള ഒരു പ്രത്യേക ഒരു ദുരൂഹത ഇത്തരം അസോസിയേഷനിൽ കാണാറുണ്ട്. അത് ഒഴിവാക്കി ഫോട്ടോഗ്രാഫർമാരെല്ലാവരും ഒരേപോലെയുള്ള കലാകാരന്മാരാണ് എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് തീർക്കാനും ഇത്തരം സംഘടനകൾക്ക് സാധിക്കണം. അപ്പോഴാണ് അവിടെ ഒരു സംഘടനയുടെ ശക്തി വരുന്നത്. കൂടാതെ
മറ്റ് പല രാഷ്ട്രീയപരമായ പല കാര്യങ്ങൾക്കും കൊടുക്കുന്ന അതേ പ്രാധാന്യം ഫോട്ടോഗ്രാഫർമാരുടെ ജീവനും അവർക്കുണ്ടാകുന്ന തൊഴിൽ നഷ്ടത്തിനും കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഒരു പരിധിവരെ കേരളത്തിലെ ഈ ഫോട്ടോഗ്രാഫർമാരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. ഇന്ന് ഈ സംഘടനകൾക്ക് പോലും വലിയ ഒരു പേര് മാത്രം എന്നതിനപ്പുറത്ത് മറ്റൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കേരളം കൈവരിച്ച ഉയർന്ന സാക്ഷരതയും വിദ്യാഭ്യാസ പുരോഗതിയും ആഗോളതലത്തിൽ തന്നെ പ്രശംസിക്കപ്പെടുമ്പോഴും നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ നിരക്ക് സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വെല്ലുവിളികളിൽ ഒന്നാണ്. ദേശീയ ശരാശരിയേക്കാൾ വളരെ ഉയർന്നതാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എന്നത് ആശങ്കാജനമായ വസ്തുതയാണ്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ സംസ്ഥാനത്തിനകത്ത് ലഭിക്കാത്തത് ബ്രെയിൻ ഡ്രെയിൻ അഥവാ ബുദ്ധിശക്തിയുടെ ചോർച്ചയ്ക്ക് കാരണമാകുന്നു. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന്റെ അഭാവവും സേവന മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക വളർച്ചയും ഉൽപാദന മേഖലയിലെ മുരടിപ്പും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ സർഗാത്മകതയും കഴിവും വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത് സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ യുവാക്കൾക്കിടയിലുള്ള 15 മുതൽ 29 വയസ്സുള്ള ആൾക്കാരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം 40.5% എത്തി നിൽക്കുന്നത് നമ്മുടെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ സുസ്ഥിരതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഇതാണ് ഇത്രയധികം പ്രവാസികൾ നമ്മളെ കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന യുവജന തൊഴിലില്ലായ്മ നിരക്കുകളിൽ ഒന്നാണിത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗതമായ സർക്കാർ ജോലികളോടുള്ള അമിത താല്പര്യവും സ്വകാര്യ മേഖലയിലെ സംരംഭകത്വത്തിന് ലഭിക്കേണ്ട പ്രോത്സാഹന കുറവും ഈ സ്ഥിതിവിശേഷത്തിന് കാരണമായിട്ടുണ്ട്. വിദ്യാഭ്യാസ രീതികളും തൊഴിൽ വിപണിയിലെ ആവശ്യകതകളും തമ്മിലുള്ള അന്തരം നികത്താൻ സാധിക്കാത്തത് വഴി യോഗ്യതയുള്ളവർ പോലും പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നൈപുണ്യ വികസനത്തിനും പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനും സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ സംരംഭങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. കേരളത്തിലെ തൊഴിൽ വിപണിയിൽ ഫോട്ടോഗ്രാഫർമാർ പ്രധാനമായും അസംഘടിത മേഖലയുടെയും വളർന്നുവരുന്ന ഗിഗ് ഇക്കണോമിയുടെയും ഭാഗമായാണ് നിലകൊള്ളുന്നത്. സ്ഥിരമായ വരുമാനമോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ലാത്ത ഒരു സ്വയം തൊഴിൽ സേനയാണ് ഈ മേഖല പ്രവർത്തിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ തൊഴിൽ രഹിതരായ ഫോട്ടോഗ്രാഫർമാർ എന്ന പേരിൽ ഡാറ്റാബേസുകൾ ലഭ്യമല്ല എന്നത് ഈ വിഭാഗം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. അതായത് കൃത്യമായി ജോലിയില്ലാത്ത ഫോട്ടോഗ്രാഫർമാരുടെ കണക്കുകൾ പോലും എവിടെയും ലഭ്യമല്ല എന്നുള്ളതാണ്. കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം മൂലം ഇവർ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഭരണകൂടങ്ങളുടെയോ പൊതുസമൂഹത്തിൻ്റെയോ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. ഇവിടെയാണ് ഫോട്ടോഗ്രാഫി സംഘടനകൾ പരാജയപ്പെട്ടു പോകുന്നത്. കാരണം സ്വന്തമായി സ്റ്റുഡിയോ ജോലിയോ ഇല്ലാത്ത ഫോട്ടോഗ്രാഫർമാരുടെ കണക്കുകൾ ഇവരുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ഇവർക്ക് അത്തരം കണക്കുകൾ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാഷ്ട്രീയപരമായും സംഘടനാ തലത്തിലും മുന്നേറാൻ മാത്രമാണ് ഇവർ ശ്രമിക്കുന്നത്. വാർഷിക മെമ്പർഷിപ്പ് ഫീയും മറ്റ് സാമ്പത്തിക പിരിവുകളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിലും ജോലിയില്ലാത്ത ഫോട്ടോഗ്രാഫർമാർക്കോ അല്ലെങ്കിൽ വൈകല്യം സംഭവിച്ചു പോയ ഫോട്ടോഗ്രാഫർമാർക്കോ യാതൊരുവിധ സപ്പോർട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടാറില്ല. വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാകാം, പക്ഷേ അതൊന്നും തന്നെ പുറത്തെത്താറില്ല. അല്ലെങ്കിൽ ജോലിയില്ലാത്തവരുടെയോ കൂലിയില്ലാത്തവരുടെയോ കണക്കുകൾ പോലും ഇവരുടെ കയ്യിൽ പുറത്തുവിടാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു കല എന്നതിൽ ഉപരി കടുത്ത മത്സരമുള്ള ഒരു വിപണിയിലെ സേവനദാതാക്കളായി മാറിയതോടെ ഓരോ ഫോട്ടോഗ്രാഫറും തന്റെ നിലനിൽപ്പിനായി വ്യക്തിപരമായ പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സർഗാത്മക മേഖലകളിലേക്ക് വലിയൊരു യുവജന വിഭാഗത്തെ ആകർഷിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടിയ പല യുവാക്കളും തങ്ങളുടെ അഭിരുചി കണക്കിലെടുത്ത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകൾ കരിയറായി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവ് വിപണിയിൽ വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആവശ്യക്കാരെക്കാൾ കൂടുതൽ സേവനദാതാക്കൾ ഉണ്ടായതോടുകൂടി തൊഴിൽ ലഭ്യത കുറയുകയും നിലവിലുള്ള ജോലികൾ ലഭിക്കേണ്ട അർഹമായ പ്രതിഫലം കുത്തനെ ഇടിയുകയും ചെയ്തിരിക്കുന്നു. പരിമിതമായ തൊഴിലവസരങ്ങൾക്കായി ആയിരക്കണക്കിന് പ്രൊഫഷണലുകൾ മത്സരിക്കേണ്ടി വരുന്ന ഈ സാഹചര്യം കഴിവുള്ള പലരെയും ഈ മേഖലയിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയോ ചെയ്യുന്നു. ഫോട്ടോഗ്രാഫി മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള മാനദണ്ഡങ്ങളിൽ ഉണ്ടായ വൻതോതിലുള്ള മാറ്റമാണ്. മുൻകാലങ്ങളിൽ ചെലവേറിയ ഫിലിം ക്യാമറകളും സ്വന്തമായി ഒരു സ്റ്റുഡിയോയും അത്യാവശ്യമായിരുന്നെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ആർക്കും ഈ മേഖല വളരെ എളുപ്പത്തിൽ കടന്നു വരാൻ
ആർക്കും ഈ മേഖലയിലേക്ക് എളുപ്പത്തിൽ കടന്നു വരാൻ സാധിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള DSLR ക്യാമറകളും സ്മാർട്ട് ഫോണുകളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമായതും ഫോട്ടോഷോപ്പ് ഉൾപ്പെടെയുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ വ്യാപകമായതും ഈ കലയുടെ പ്രവേശന കടമ്പകളെ ഇല്ലാതാക്കി. ഇത് സർഗാത്മകതയേക്കാൾ ഉപരിയായി ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. തൽഫലമായി ശരിയായ പരിശീലനമോ അനുഭവ പരിചയമോ ഇല്ലാത്തവർ പോലും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ വിപണിയിൽ സജീവമാകുകയും ഇത് മേഖലയിലെ അമിതമായ തിരക്കിനും പ്രൊഫഷണലിസത്തിന്റെ തകർച്ചയ്ക്കും വഴിതെളിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി മേഖലയിലെ യഥാർത്ഥ അവസ്ഥ പരിശോധിക്കുമ്പോൾ വളരെ വേദനാജനകമായ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രംഗത്തെ ചർച്ചകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഒരു മുഴുവൻ സമയ വെഡ്ഡിംഗ് ഫോട്ടോ എഡിറ്റർക്ക് ലഭിക്കുന്ന ശരാശരി വരുമാനം കേവലം 12,000 രൂപയാണ്. ഒരു പരിധിവരെ ഞാൻ സംസാരിച്ച പലരിലും ഒരു വെഡ്ഡിംഗ് വീഡിയോ എഡിറ്റ് ചെയ്തു കൊടുത്താൽ 3,500 രൂപ മാത്രം കൂലി കിട്ടുന്ന എഡിറ്റർമാരെയും എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഒരു ശരാശരി കൂലി എന്ന് പറയുന്നത് 12,000 രൂപയോളം കിട്ടും എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. രാപ്പകൽ ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു കലാകാരന് ലഭിക്കുന്ന ഈ തുച്ഛമായ പ്രതിഫലം ഈ മേഖലയിലെ കടുത്ത ചൂഷണത്തിന്റെയും സാമ്പത്തിക അസ്ഥിരതയുടെയും തെളിവാണ്. തൊഴിൽ തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും കുറഞ്ഞ നിരക്കിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവരുടെ കടന്നുകയറ്റവും കാരണം യഥാർത്ഥ പ്രൊഫഷണലുകൾക്ക് അർഹമായ വേതനം ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വരുമാനക്കുറവ് പലരെയും തൊഴിലിൽ നിന്ന് പിന്തിരിപ്പിക്കാനും മാനസികമായ തളർച്ചയിലേക്കും നയിക്കുന്നു എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്. ഞാനിവിടെ പറഞ്ഞ ഒരു എഡിറ്ററിന്റെ കൂലി എന്നുള്ളത് ഒരു മാസത്തെ ഒരു വേതനമാണ് ഞാനിവിടെ സംസാരിച്ചത്. അതായത് ഒരു എഡിറ്ററിന്, വീഡിയോ എഡിറ്ററിന് ഒരു മാസത്തേക്ക് അയാൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് 12,000 രൂപയൊക്കെയാണ്. മാത്രമല്ല ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു കൊടുത്താൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 3,500 രൂപയൊക്കെയാണ്. ഇത് വെച്ചിട്ട് ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ ഫോട്ടോഗ്രാഫി മേഖല പ്രധാനമായും വിവാഹങ്ങൾ, പ്രാദേശിക പരിപാടികൾ, സ്റ്റുഡിയോ പോർട്രേറ്റുകൾ എന്നിവയെ മാത്രം കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത് എന്നത് ഈ രംഗത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ സങ്കീർണമാക്കുന്നു. വിപണിയിലെ ഡിമാൻഡ് ഇത്തരം നിശ്ചിത ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനാൽ ഫോട്ടോഗ്രാഫർമാർക്ക് വർഷം മുഴുവൻ കൃത്യമായ വരുമാനം ലഭിക്കുന്ന സാഹചര്യം ഇന്ന് നിലവിലില്ല. വിവാഹ സീസണുകളിൽ മാത്രം ഉയർന്ന വരുമാനം കൊണ്ട് വർഷത്തിലെ ബാക്കി മാസങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്നത് വലിയൊരു വിഭാഗം പ്രൊഫഷണലുകളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു. വൈവിധ്യമാർന്ന മറ്റ് മേഖലകളിലേക്ക്, ഉദാഹരണത്തിന് കൊമേഴ്ഷ്യൽ, ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വിപണി ഇനിയും വിപുലപ്പെടാത്തത് ഈ പരിമിതമായ ഡിമാൻഡിന് ആക്കം കൂട്ടുകയും ഫോട്ടോഗ്രാഫർമാരുടെ തൊഴിൽ സ്ഥിരതയെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു. പരിമിതമായ ഡിമാൻഡിനൊപ്പം തന്നെ ഈ മേഖല നേരിടുന്ന അമിതമായ മത്സരവും വിലപേശലുകളും ഫോട്ടോഗ്രാഫർമാരുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട്. സമാനമായ സേവനങ്ങൾ നൽകുന്ന ഒട്ടേറെ ടീമുകൾ വിപണിയിലുള്ളതിനാൽ ഉപഭോക്താക്കൾ വലിയ രീതിയിൽ വില കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന പതിവാണ്. ഇത് പലപ്പോഴും ഫോട്ടോഗ്രാഫർമാരുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. വരുമാനം ഉറപ്പാക്കാൻ വേണ്ടി കുറഞ്ഞ നിരക്കിൽ ജോലി എടുക്കേണ്ടി വരുന്നത് ഈ തൊഴിലിന്റെ ഗുണനിലവാരത്തെയും പ്രൊഫഷണലിസത്തെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കും. കൃത്യമായ റേറ്റ് കാർഡുകളുടെ അഭാവവും സീസണൽ വരുമാനത്തെ ആശ്രയിച്ചുള്ള നിലനിൽപ്പും കാരണം ഒരു കരിയർ എന്ന നിലയിൽ ഫോട്ടോഗ്രാഫിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ വലിയൊരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഫോട്ടോഗ്രാഫി വിപണി ഇന്ന് വ്യക്തമായ 2 ധ്രുവങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ ടോപ്പ് 5 അതുപോലെ ബോട്ടം 5 എന്ന പ്രഭാവം എന്ന് വിശേഷിപ്പിക്കാം. ഈ മേഖലയിലെ വെറും 5% വരുന്ന പ്രശസ്തരായ ഫോട്ടോഗ്രാഫർമാരും വലിയ സ്റ്റുഡിയോ ശൃംഖലകളും വിപണിയുടെ സിംഹഭാഗവും കൈക്കലാക്കുന്നു. സെലിബ്രിറ്റി വിവാഹങ്ങൾ, വൻകിട ബ്രാൻഡുകളുടെ പരസ്യചിത്രങ്ങൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ഷൂട്ടുകൾ എന്നിവയെല്ലാം ഈ വരേണ്യ വിഭാഗത്തിന്റെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത്യാധുനികമായ ഉപകരണങ്ങൾ, വിപുലമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, സ്വാധീനശക്തിയുള്ള ബന്ധങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇവർ വലിയ പ്രതിഫലം ഈടാക്കുമ്പോൾ ഫോട്ടോഗ്രാഫി ഒരു കല എന്നതിലുപരി ആഡംബര ബിസിനസ്സായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മറുഭാഗത്ത് ബാക്കി വരുന്ന 95% ഫോട്ടോഗ്രാഫർമാരും ദൈനംദിന ജീവിതത്തിനായുള്ള ചെറിയ അവസരങ്ങൾക്കായി കടുത്ത പോരാട്ടത്തിലാണ്. പ്രാദേശികമായ ചെറിയ ചടങ്ങുകളും സാധാരണക്കാരുടെ വിവാഹങ്ങളും മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഇവർക്ക് വിപണിയിലെ വൻകിടക്കാരുടെ മത്സരത്തെ നേരിടാൻ പലപ്പോഴും സാധിക്കുന്നില്ല. മതിയായ പ്രതിഫലം ലഭിക്കാത്തതും അനാരോഗ്യകരമായ രീതിയിലുള്ള വില കുറച്ചുള്ള മത്സരങ്ങളും ഈ വലിയൊരു വിഭാഗത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുന്നു. സർഗാത്മകമായി കഴിവുണ്ടായിട്ടും കൃത്യമായ പ്ലാറ്റ്ഫോമുകളോ സാമ്പത്തിക ഭദ്രതയോ ഇല്ലാത്തതിനാൽ ഭൂരിഭാഗം ഫോട്ടോഗ്രാഫർമാരും ഈ തൊഴിലിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ദയനീയ അവസ്ഥയാണ് നിലവിലുള്ളത്.
ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇൻസ്റ്റഗ്രാം, റീൽസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ വളർച്ച ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ദൃശ്യകലയുടെ ഗുണനിലവാരത്തെയും ആസ്വാദന രീതിയെയും പ്ലാറ്റ്ഫോമുകൾ പുനർനിർവചിച്ചു കഴിഞ്ഞു. മുമ്പ് നിശ്ചല ചിത്രങ്ങൾ നൽകിയിരുന്ന പ്രാധാന്യം ഇന്ന് നിമിഷങ്ങൾ മാത്രം ദൈർഘ്യമുള്ള സിനിമാറ്റിക് ഷോർട്ട് വീഡിയോകളിലേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ ജോലിഭാരം ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. കേവലം ഒരു ചടങ്ങ് ക്യാമറയിൽ പകർത്തുന്നതിലുപരി സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന രീതിയിലുള്ള സർഗാത്മകമായ എഡിറ്റിങ്ങും ആകർഷകമായ മ്യൂസിക് മിക്സിങ്ങും ഇന്ന് അനിവാര്യമായി മാറിയിരിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ഈ അതിപ്രസരം യഥാർത്ഥ കലാകാരന്മാരുടെ കഴിവിനേക്കാൾ ഉപരിയായി അൽഗോരിതങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാൻ അവരെ നിർബന്ധിതരാക്കുന്നു എന്നതാണ് വസ്തുത. ആധുനിക കാലത്തെ ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ സിനിമാ നിലവാരത്തിലുള്ള ഔട്ട്പുട്ടിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിലും അതിനായി ചിലവാക്കാൻ തയ്യാറാകുന്ന ബജറ്റ് പലപ്പോഴും നിരാശാജനകമാണ്. കുറഞ്ഞ ചിലവിൽ ബിഗ് ബജറ്റ് സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള സിനിമാറ്റിക് വിഷ്വലുകളും പ്രൊഫഷണൽ കളർ ഗ്രേഡിങ്ങും വേണമെന്ന വാശി ഫോട്ടോഗ്രാഫർമാരെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ക്യാമറകളും അനുബന്ധ ഉപകരണങ്ങളും ഉപയോഗിച്ച് പകർത്തുന്ന ദൃശ്യങ്ങൾ തുച്ഛമായ പ്രതിഫലത്തിന് നൽകേണ്ടി വരുന്നത് ഈ തൊഴിലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ഹൈ എക്സ്പെക്റ്റേഷൻ പ്ലസ് ലോ ബജറ്റ് എന്ന ഈ വിരോധാഭാസം സർഗാത്മകതയെ തളർത്തുന്നതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാരെ സാമ്പത്തിക ബാധ്യതകളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. വിപണിയിലെ ഈ അനാരോഗ്യകരമായ പ്രവണതയെ മറികടക്കാൻ കൃത്യമായ നിരക്കുകളും പ്രൊഫഷണൽ മാനദണ്ഡങ്ങളും നടപ്പിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ ഫോട്ടോഗ്രാഫി മേഖലയിൽ അസോസിയേഷനുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെങ്കിലും അവയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ചില നിശ്ചിത മേഖലകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ, പ്രത്യേകിച്ച് മരണാനന്തര സഹായനിധി പോലുള്ള പദ്ധതികൾ വഴി കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് താങ്ങായി മാറാൻ ഈ സംഘടനകൾക്ക് ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർമാർ നേരിടുന്ന തദ്ദേശീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി തൊഴിൽപരമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും പ്രാദേശികമായി ശക്തമായ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുക്കാനും അസോസിയേഷനുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ വിഭാഗം കലാകാരന്മാരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി അവർക്കൊരു ഐഡന്റിറ്റി നൽകുന്നതിൽ ഇത്തരം സംഘടനകൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും മാറുന്ന ലോകത്തിനനുസരിച്ച് അവയുടെ പ്രവർത്തന ശൈലിയിൽ കൂടുതൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. സേവന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും ഫോട്ടോഗ്രാഫർമാരുടെ സാമ്പത്തിക ഉന്നമനത്തിന് ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾ അസോസിയേഷനുകൾ പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം. അംഗങ്ങൾ സ്ഥിരമായ തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കുന്ന ഒരു സംവിധാനം രൂപീകരിക്കാനോ കേരളത്തിന് പുറത്തുള്ള ആഗോള വിപണിയിലേക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫർമാരുടെ കഴിവുകളെ എത്തിക്കാനോ നിലവിൽ കാര്യമായ നീക്കങ്ങൾ നടക്കുന്നില്ല. കൂടാതെ ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ പ്രൈസ് അണ്ടർ കട്ടിംഗ് അഥവാ കുറഞ്ഞ നിരക്കിലുള്ള മത്സരം തടയാൻ കർക്കശമായ നിയമങ്ങൾ നടപ്പാക്കുന്നതിലും സംഘടനകൾ പിന്നിലാണ്. കേവലം ഒരു കലാകാരൻ എന്ന നിലയിൽ നിന്നും മാറി ആധുനിക ഡിജിറ്റൽ യുഗത്തിലെ പുതിയ ബിസിനസ് രീതികൾ പഠിപ്പിക്കാനോ സാങ്കേതികമായി അവരെ അപ്സ്കിൽ ചെയ്യാനോ ഉള്ള ക്രിയാത്മകമായ പദ്ധതികൾ ഇല്ലാത്തത് തൊഴിൽരഹിതരായ യുവാക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. അസോസിയേഷനുകൾ കേവലം ക്ഷേമ സംഘടനകൾ എന്നതിലുപരി പ്രൊഫഷണൽ ഗ്രൂപ്പുകളായി മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ ഫോട്ടോഗ്രാഫി മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളി സംസ്ഥാനത്തെ പൊതുവായ തൊഴിലില്ലായ്മ നിരക്കും സാമ്പത്തിക സാഹചര്യങ്ങളുമാണ്. അഭ്യസ്ത വിദ്യരായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിലെ സ്വകാര്യ മേഖലയ്ക്ക് ഇന്നും പൂർണ്ണമായി സാധിക്കുന്നില്ല. വ്യവസായ സംരംഭങ്ങളുടെയും വൻകിട കോർപ്പറേറ്റ് ഓഫീസുകളുടെയും പരിമിതമായ സാന്നിധ്യം ഫോട്ടോഗ്രാഫി പോലുള്ള ക്രിയേറ്റീവ് മേഖലകളെ നേരിട്ട് ബാധിക്കുന്നു. പരസ്യ ചിത്രീകരണം, കോർപ്പറേറ്റ് ഈവന്റുകൾ, ഫാഷൻ ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലകളിൽ ഉണ്ടാകേണ്ട വളർച്ച മന്ദഗതിയിലാകുന്നത് പുതിയ ഫോട്ടോഗ്രാഫർമാർക്ക് സ്ഥിര വരുമാനം ലഭിക്കുന്ന ഇടങ്ങൾ കുറയാൻ കാരണമാകുന്നു. നിലവിലുള്ള വിപണിയിൽ ആവശ്യത്തിലധികം ആളുകൾ ഈ ഒരേ സേവനവുമായി എത്തുന്നതും എന്നാൽ അതിനനുസരിച്ച് പുതിയ വിപണികൾ തുറക്കപ്പെടാത്തതും ഫോട്ടോഗ്രാഫർമാരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തൊഴിലില്ലായ്മയിലേക്കും നയിക്കുന്നു. കേരളത്തിലെ യുവതലമുറക്കിടയിൽ ക്രിയേറ്റീവ് കരിയറുകളോടും സ്വയം തൊഴിലിനോടും വർദ്ധിച്ചു വരുന്ന ആഭിമുഖ്യം ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വലിയൊരു വിഭാഗം കടന്നു വരാൻ കാരണമായിട്ടുണ്ട്. പരമ്പരാഗതമായ 9 മണി മുതൽ 5 മണി വരെയുള്ള ജോലികളെക്കാൾ സ്വന്തം സർഗാത്മകത പ്രകടിപ്പിക്കാൻ കഴിയുന്ന മേഖലകൾ തിരഞ്ഞെടുക്കാനുള്ള സാമൂഹിക പ്രവണത അഭിനന്ദനാർഹമാണ്. എങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ കേവലം ഒരു കലാകാരൻ എന്നതിലുപരി ഒരു സംരംഭകൻ കൂടിയാണെന്ന യാഥാർത്ഥ്യം പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു.
നിർദ്ദിഷ്ടമായ ബിസിനസ് പരിശീലനത്തിൻ്റെയോ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെയോ സാമ്പത്തിക മാനേജ്മെന്റ് അറിവുകളുടെയോ അഭാവം പലരെയും പരാജയത്തിലേക്ക് നയിക്കുന്നുണ്ട്. മികച്ച രീതിയിൽ ചിത്രം പകർത്താൻ അറിയാമെങ്കിലും അത് എങ്ങനെ ഒരു ലാഭകരമായ ബിസിനസ്സായി വളർത്തണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാത്തത് ഈ മേഖലയിലെ പ്രൊഫഷണലുകളെ തൊഴിൽ രഹിതരാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച ഫോട്ടോഗ്രാഫി മേഖലയെ ജനാധിപത്യവൽക്കരിച്ചുവെങ്കിലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ തൊഴിൽ മൂല്യത്തിൽ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ അത്യാധുനിക ക്യാമറകളും എഡിറ്റിംഗ് ഉപകരണങ്ങളും ചെറിയ വിഭാഗത്തിന് മാത്രം പ്രാപ്യമായിരുന്നെങ്കിൽ ഇന്ന് മിതമായ നിരക്കിൽ ഉയർന്ന നിലവാരമുള്ള ഉപകരണങ്ങൾ ആർക്കും ലഭ്യമാണ്. സ്മാർട്ട് ഫോൺ ക്യാമറകളിലെ വിപ്ലവകരമായ മാറ്റങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ എഡിറ്റിംഗ് ടൂളുകളും സാധാരണക്കാർക്കും ആകർഷകമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ അവസരമൊരുക്കി. ഇതിന്റെ ഫലമായി വർഷങ്ങളുടെ അനുഭവ സമ്പത്തും സർഗാത്മകതയും കൈമുതലായുള്ള ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ കഴിവിനെ കേവലം ഉപകരണങ്ങളുടെ മികവായി മാത്രം കാണുന്ന ഒരു പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. സാങ്കേതിക വിദ്യ എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമായതോടെ ഫോട്ടോഗ്രാഫിയിലെ വൈദഗ്ധ്യത്തിന് ലഭിക്കേണ്ട അർഹമായ പരിഗണനയും സാമ്പത്തിക മൂല്യവും ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി വിപണിയിലേക്ക് പുതുതായി കടന്നു വരുന്നവരുടെ അതിപ്രസരവും അവർ സ്വീകരിക്കുന്ന തെറ്റായ മത്സര രീതികളും ഈ മേഖലയിലെ സാമ്പത്തിക അടിത്തറയെ തകർത്തിരിക്കുകയാണ്. വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി പുതിയ ഫോട്ടോഗ്രാഫർമാർ വളരെ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് പതിവായിരിക്കുന്നു. ലാഭനഷ്ടങ്ങൾ കണക്കിലെടുക്കാതെയുള്ള ഇത്തരത്തിലുള്ള പ്രൈസ് വാർ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലുള്ള വില തകർച്ചയ്ക്ക് കാരണമാകുന്നു. ദീർഘകാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ സ്ഥാപനത്തിന്റെ ചിലവുകളും തൊഴിലാളികളുടെ വേതനവും കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം നിരക്കുകൾ താഴ്ന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഗുണനിലവാരത്തെക്കാൾ ഉപരിയായി കുറഞ്ഞ നിരക്കിന് മുൻഗണന നൽകുന്ന ഉപഭോക്താക്കളുടെ സമീപനം കൂടിയായപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന തൊഴിൽ അന്തസ്സോടെ കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ലാഭകരമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഫോട്ടോഗ്രാഫി മേഖല ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കേവലം തൊഴിലില്ലായ്മയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് നിലവിലുള്ള തൊഴിലുകളുടെ മൂല്യ തകർച്ചയിലാണ് അത് പ്രകടമാകുന്നത്. ഉയർന്ന സർഗാത്മകതയും സാങ്കേതിക പരിജ്ഞാനവുമുള്ള എഡിറ്റർമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇന്നും 10,000 മുതൽ 20,000 രൂപ വരെയുള്ള തുച്ഛമായ മാസ ശമ്പളത്തിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നു എന്നത് ഈ രംഗത്തെ ദയനീയമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. വരുമാനമില്ലാത്ത ഫ്രീലാൻസറുടെ എണ്ണം വർദ്ധിക്കുന്നതും നിലനിൽപ്പിനായി ഈ മേഖല വിട്ട് ഗൾഫ് നാടുകളിലേക്കോ മറ്റ് ഇതര ജോലികളിലേക്കോ കുടിയേറാൻ നിർബന്ധിതരാകുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഫോട്ടോഗ്രാഫിയെ ജീവശ്വാസമായി കണ്ടിരുന്ന പലരും ഇന്ന് ഉപജീവനത്തിനായി ഫോട്ടോഗ്രാഫിയുമായി ബന്ധമില്ലാത്ത സൈഡ് ബിസിനസ്സുകളിലേക്കോ പാർട്ട് ടൈം ജോലികളിലേക്കോ തിരിയുന്നത് ഈ മേഖലയിലെ അരിക്ഷിതാവസ്ഥയുടെ വ്യക്തമായ തെളിവാണ്. നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കേരളത്തിൽ തൊഴിലില്ലാത്ത ഫോട്ടോഗ്രാഫർമാർ ഉണ്ടാകുന്നത് അവരുടെ കഴിവിന്റെ കുറവ് കൊണ്ടല്ല എന്നതാണ്. മറിച്ച് മികച്ച കഴിവും അറിവുമുള്ള കലാകാരന്മാർക്ക് അർഹമായ പ്രതിഫലമോ സ്ഥിരതയുള്ള ജോലി സാഹചര്യങ്ങളോ ലഭിക്കാത്ത അണ്ടർ എംപ്ലോയ്മെന്റ് ആണ് ഇവിടെ വില്ലനാകുന്നത്. വിപണിയിൽ ആവശ്യത്തിലധികം ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യം, ശാസ്ത്രീയമല്ലാത്ത വിപണി രീതികൾ, ഫോട്ടോഗ്രാഫിയെ ഒരു മികച്ച ബിസിനസ് മോഡലായി വളർത്തിയെടുക്കാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുടെ അഭാവം എന്നിവയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. കേവലം ഒരു ക്യാമറ സ്വന്തമായി ഉള്ളവർ മുതൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ളവർ വരെ ഒരേ വിപണിയിൽ മത്സരിക്കേണ്ടി വരുന്ന ദുരവസ്ഥ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ വരുമാനത്തെയും മൂല്യത്തെയും വലിയ രീതിയിൽ ഇല്ലാതാക്കുന്നു. കേവലം ഒരു മികച്ച ക്യാമറയോ സാങ്കേതിക തികവോ കൊണ്ട് മാത്രം ഫോട്ടോഗ്രാഫി മേഖലയിൽ ഇന്ന് നിലനിൽക്കുക എന്നത് അസാധ്യമായ ഒന്നായി മാറിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സ്മാർട്ട് ഫോൺ സാങ്കേതിക വിദ്യകളും സാധാരണക്കാർക്ക് പോലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകുന്ന ഈ കാലഘട്ടത്തിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർക്ക് തന്റെ മേഖലയിൽ വേറിട്ട് നിൽക്കാൻ കൂടുതൽ നൈപുണ്യങ്ങൾ ആവശ്യമാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ, വെബ് ഡെവലപ്മെന്റ് തുടങ്ങിയ ഡിജിറ്റൽ മേഖലകളിൽ അവഗാഹം നേടുന്നത് വഴി ഫോട്ടോഗ്രാഫർമാർക്ക് സ്വന്തം ബ്രാൻഡ് വികസിപ്പിക്കാനും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇതിനു പുറമെ AI, ഇമേജ് ജനറേഷൻ, 3D പ്രിന്റിംഗ്, വിഷ്വൽ ഡിസൈൻ, ആനിമേഷൻ തുടങ്ങിയ നവീന സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫറെ കേവലം ചിത്രം പകർത്തുന്ന ആള് എന്ന നിലയിൽ നിന്നും ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന നിലയിലേക്ക് ഉയർത്തുന്നു. ഇത്തരം മൾട്ടി ടാസ്കിംഗ് കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെ മാത്രമേ വിപണിയിലെ മത്സരങ്ങളെ അതിജീവിച്ച് സുസ്ഥിരമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഫോട്ടോഗ്രാഫി എന്ന സർഗാത്മക തൊഴിലിൽ നിന്ന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സുരക്ഷിതമായ ഒരു സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കാൻ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ്. സീസണൽ അധിഷ്ഠിതമായ വരുമാനത്തിൽ മാത്രം വിശ്വസിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം.
അതിനാൽ ഡിജിറ്റൽ അഡ്വർടൈസിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട മേഖലകളിലോ അല്ലെങ്കിൽ പൂർണ്ണമായും വ്യത്യസ്ത മറ്റു പാർട്ട് ടൈം തൊഴിലുകളിലോ ഏർപ്പെടുത്തുന്ന ഒരു ഫോട്ടോഗ്രാഫർക്ക് മാനസികമായും സാമ്പത്തികമായും വലിയ ആശ്വാസം നൽകും. സ്വന്തം ക്രിയേറ്റിവിറ്റിയെ വിപണനം ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനോ ഓൺലൈൻ കോഴ്സുകൾ വഴിയും കൺസൾട്ടൻസി വഴിയും അധിക വരുമാനം നേടാനോ ശ്രമിക്കുന്നത് കരിയറിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. ഒരു മൾട്ടി ടാലന്റഡ് വ്യക്തിത്വമായി സ്വയം വളർത്തിയെടുക്കുന്നത് വഴി മാത്രമേ തൊഴിൽ രഹിതരായ ഫോട്ടോഗ്രാഫർമാരുടെ പട്ടികയിൽ നിന്നും മാറി വിജയകരമായ ഒരു പ്രൊഫഷണൽ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കേരളത്തിൽ 12,000-ലധികം അംഗങ്ങളുടെ ശക്തമായ ഒരു ഫോട്ടോഗ്രാഫർ കൂട്ടായ്മ നിലവിലുണ്ടെങ്കിലും സാമ്പത്തികമായി ഈ മേഖല വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരം സംഘടനകൾ ഫോട്ടോഗ്രാഫർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും മുൻപന്തിയിലുണ്ട് എന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ ഇത്തരം അസോസിയേഷനുകൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ മേഖലയിലെ വരുമാനമില്ലായ്മ. യഥാർത്ഥത്തിൽ തൊഴിലില്ലായ്മയേക്കാൾ ഉപരിയായി ഈ രംഗത്തേക്ക് ആവശ്യത്തിലധികം ആളുകൾ കടന്നു വരുന്നതും അതോടൊപ്പം സേവനങ്ങളുടെ മൂല്യം കുറയുന്നതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. വൈദഗ്ധ്യമില്ലാത്തവർ കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഗൗരവകരമായ ഒരു വസ്തുതയായി അവശേഷിക്കുന്നു. ചുരുക്കത്തിൽ കേരളത്തിലെ പൊതുവായ തൊഴിലില്ലായ്മ നിരക്ക് ഫോട്ടോഗ്രാഫി മേഖലയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അമിതമായ കടന്നുകയറ്റം മൂലം ഈ മേഖല ഇന്ന് പൂരിതമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വരുമാനത്തിന്റെ കാര്യത്തിൽ വലിയൊരു അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത്. അസോസിയേഷനുകൾ അംഗങ്ങളുടെ ക്ഷേമ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ നിരക്കിലുള്ള മത്സരവും സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവും മൂലം കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഫലത്തിൽ മികച്ച കരിയർ സ്വപ്നം കണ്ട് ഈ രംഗത്തേക്ക് വരുന്ന വലിയൊരു വിഭാഗം കലാകാരന്മാർ സാമ്പത്തികമായ തകർച്ച നേരിടുകയും കടുത്ത പോരാട്ടത്തിലൂടെ കടന്നു പോവുകയുമാണ്. ഫോട്ടോഗ്രാഫിയെ വെറും ഒരു തൊഴിലായല്ല, മറിച്ച് കൃത്യമായ മൂല്യമുള്ള ഒരു സേവനമായി വിപണി തിരിച്ചറിയേണ്ടത് ഈ പ്രതിസന്ധി മറികടക്കാൻ അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ ഫോട്ടോഗ്രാഫി വിപണിയിൽ നിലനിൽക്കുന്ന കടുത്ത മത്സരവും വരുമാനമില്ലായ്മയും മറികടക്കാൻ പരമ്പരാഗതമായ ശൈലികളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. വെറും ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു ബിസിനസ് പ്രൊഫഷണൽ എന്ന നിലയിലേക്ക് മാറ്റമാണ് ഇതിൽ പ്രാദേശികമായ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലക്ഷറി വെഡ്ഡിംഗ് ഫിലിംസ്, ഫുഡ് ആൻഡ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, റിയൽ എസ്റ്റേറ്റ് ഷൂട്ടുകൾ തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിക്കുന്നത് ഉയർന്ന വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കും. കൂടാതെ കേവലം ഷൂട്ടിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അപ്വർക്ക്, ഫൈവർ തുടങ്ങിയ ആഗോള പ്ലാറ്റ്ഫോമുകളിലൂടെ വിദേശ ക്ലയന്റുകൾക്കായി വീഡിയോ എഡിറ്റിംഗ്, റീടച്ചിങ് സേവനങ്ങൾ നൽകുന്നത് വരുമാനം 5 ഇരട്ടി വരെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സ്വന്തമായി ലൈറ്റ് റൂം പ്രീസെറ്റുകളോ എഡിറ്റിംഗ് കോഴ്സുകളോ നിർമ്മിച്ച് ഓൺലൈനായി വിൽക്കുന്നതിലൂടെ സ്ഥിരമായ വരുമാന സ്രോതസ് കെട്ടിപ്പടുക്കാനും സാധിക്കും. ലഭ്യമായ സാങ്കേതിക വിദ്യയെ വെറുമൊരു സേവനമായല്ല, മറിച്ച് ബിസിനസ്സുകളുടെ വളർച്ചയ്ക്കുള്ള ഒരു ഉപാധിയായി അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം കൈവരുന്നത്. പ്രാദേശിക ഷോപ്പുകൾ, ക്ലിനിക്കുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്കായി പ്രതിമാസ കണ്ടന്റ് പാക്കേജുകൾ വാഗ്ദാനം ചെയ്യുന്നത് സ്ഥിരമായ മാസ വരുമാനം നൽകുന്ന ഒരു ബിസിനസ് മോഡലാണ്. വില കുറച്ച് മത്സരിക്കുന്നതിന് പകരം നിങ്ങളുടെ സേവനത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കൃത്യമായ മാർക്കറ്റിംഗ് നടത്തുകയും ചെയ്യുക. പുതിയ ക്യാമറകൾ വാങ്ങുന്നതിനേക്കാൾ മുൻഗണന സ്വന്തം ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നതിനും മാർക്കറ്റിങ്ങിനും നൽകണം. ചുരുക്കത്തിൽ പ്രാദേശിക വിപണിയിലെ പരിമിതികളെ തിരിച്ചറിഞ്ഞ് ആഗോള അവസരങ്ങളെയും ഡിജിറ്റൽ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നവർക്ക് മാത്രമേ ഈ മേഖലയിൽ മികച്ച രീതിയിൽ അതിജീവിക്കാനും വളരാനും സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോ വാക്കും ഈ മേഖലയിലെ ചർച്ചകൾക്ക് പുതിയ ദിശാബോധം നൽകും. കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാർ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധികളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് അറിവെത്തിക്കുന്നതിനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫോട്ടോഗ്രാഫി ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിലും ഇതുപോലുള്ള കൂടുതൽ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇനിയുള്ള വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ താങ്ക് യു വെരി മച്ച്.